ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും കുടുംബമായി തേജസ് TV എന്ന ഈ ഫേസ്ബുക്ക് പേജിൽ കൂടെ, ഓൺലൈൻ ചാനലിൽ കൂടെ നിങ്ങളുടെ മധ്യത്തിലായിരിക്കാൻ ദൈവം തന്ന ഈ നല്ല അവസരത്തെ ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തിന് നന്ദി പറയുന്നു. ഈ തേജസ് TVയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ പ്ലാറ്റ്ഫോം അനേകരെ നിത്യതയ്ക്ക് ആദായകരമാക്കുവാൻ, ക്രിസ്തുവിലേക്ക് അടുപ്പിപ്പാൻ മുഖാന്തരമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ചില പാട്ടുകൾ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തിയതിനു ശേഷം ദൈവം തന്ന സന്ദേശം നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നു. സ്വർഗീയ പിതാവേ, ഈ മീറ്റിംഗ് ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. നിന്റെ സാന്നിധ്യം ഇറങ്ങിയാട്ടെ, നിന്റെ തേജസ് വെളിപ്പെടുത്തിയാട്ടെ, നിന്റെ മഹത്വം ഞങ്ങൾ ഓരോരുത്തർ അനുഭവിച്ചറിയട്ടെ. ഈ ചാനലിന്റെ പേര് പോലെ കർത്താവിന്റെ തേജസ് ഇതിൽ വെളിപ്പെടുവാൻ, അത് പാട്ടുകളിൽ കൂടി, ദൈവിക സന്ദേശങ്ങളിൽ കൂടെ അനേകരുടെ ജീവിതത്തെ ചൈതന്യമുള്ളതാക്കി തീർക്കുവാൻ മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഒരു ഹിന്ദി ഗാനമാണ് പ്രാരംഭത്തിൽ പാടുന്നത്. പാസ്റ്റർ മാത്യു വർഗീസും ജെസ്സി റോബിനും അത് പാടുന്നതായിരിക്കും. ആമേൻ. भंवर के बीच में तू कहता है थम जा, तू मेरी ताकत है, तू ही मेरा ईमान। भंवर के बीच में तू कहता है थम जा, तू मेरी ताकत है, तू ही मेरा ईमान। बीते कल में तू साथ मेरे था, आज भी मेरे साथ है खड़ा, आने वाले कल में भी होगा। उठते हुए तूफानों में बीमारियों में तू कहता है उठ जा, यहोवा राफा, तू ही मेरी शिफा। बीमारियों में तू कहता है उठ जा,
यहोवा राफा, तू ही मेरी शिफा। बीते कल में तू साथ मेरे था, आज भी मेरे साथ है खड़ा। आने वाले कल में भी उठते हुए तूफानों में तू ही मेरी चट्टान। बढ़ती हुई लहरों में तेरे कदमों के निशान। उठते हुए तूफानों में तू ही मेरी चट्टान। बढ़ती हुई लहरों में तेरे कदमों के निशान। ഹല്ലേലൂയ. മറ്റൊരു മലയാളം പാട്ട് പാടുവാൻ തക്കോണം ആഗ്രഹിക്കുന്നു. എന്നെ നന്നായി അറിയുന്നവനെ, എന്നെ നന്നായി മെനയുന്നവനെ. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പാട്ടാണ്. അത് ദൈവനാമമഹത്വത്തിന് കാരണമായി തീരട്ടെ. എന്നെ നിങ്ങളെ നന്നായി അറിയുന്ന ഒരു കർത്താവിൻ്റെ മുമ്പിലാണ് ഇന്ന് രാത്രി നമ്മളായിരിക്കുന്നത്. ആ ദൈവം നമ്മോട് സംസാരിക്കട്ടെ. ആമേൻ. എന്നെ നന്നായി അറിയുന്നോനേ, എന്നെ നന്നായി മെനയുന്നോനേ, എന്നെ നന്നായി അറിയുന്നോനേ, എന്നെ നന്നായി മെനയുന്നോനേ. കുറവുകൾ മാറ്റും എന്നുടമസ്ഥനേ, വില നൽകിയ എൻ യജമാനനേ. കുറവുകൾ മാറ്റും എന്നുടമസ്ഥനേ, വില നൽകിയ എൻ യജമാനനേ. എന്നപ്പനേ, നിൻ പൊന്നു പാദത്തിൽ ഞാൻ എന്താകുന്നുവോ അതായി തന്നെ ഞാൻ. എന്നപ്പനേ, നിൻ പൊന്നു പാദത്തിൽ ഞാൻ എന്താകുന്നുവോ അതായി തന്നെ ഞാൻ. എന്നെ മുറ്റും മുറ്റും നൽകുന്നേ, എന്നെ മുറ്റും മുറ്റും നൽകുന്നേ. ദാനിയേലെ പോൽ പ്രാർത്ഥിച്ചില്ല ഞാൻ, ദാവീദിനെ പോൽ സ്നേഹിച്ചില്ല ഞാൻ. ദാനിയേലെ പോൽ പ്രാർത്ഥിച്ചില്ല ഞാൻ, ദാവീദിനെ പോൽ സ്നേഹിച്ചില്ല ഞാൻ. ഹാനോക്കിനെ പോൽ കൂടെ നടന്നില്ല ഞാൻ, ഹാനോക്കിനെ പോൽ കൂടെ നടന്നില്ല ഞാൻ. എന്നീശുവേ, നിൻ പൊന്നു
എന്നുടമസ്ഥനെ വീണ നൽകിയ എൻ യജമാനനെ, കുറവുകൾ മാറ്റും എന്നുടമസ്ഥനെ വീണ നൽകിയ എൻ യജമാനനെ, എന്താപ്പനേ നിൻ പൊന്നുപാദത്തിൽ ഞാൻ എന്താകുന്നുവോ അതായി തന്നെ ഞാൻ. എന്താപ്പനേ നിൻ പൊന്നുപാദത്തിൽ ഞാൻ എന്താകുന്നുവോ അതായി തന്നെ ഞാൻ. എന്നെ മുറ്റും മുറ്റും നൽകുന്നേ, എന്നെ മുറ്റും മുറ്റും നൽകുന്നേ. ഒരു സമ്പൂർണ്ണ സമർപ്പണം ദൈവത്തിന്റെ സന്നിധിയിലേക്ക്. എന്നെ നന്നായി അറിയുന്നവൻ, എന്നെ നന്നായി മെനയുന്നവൻ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, കർത്താവ് എല്ലാവരും വിളിക്കുക. ഇത് രക്ഷാ ദിവസമാണ്. ഇത് കൃപയുടെ നാളുകള്. കൃപയുടെ വാതിൽ പൂട്ടാൻ പോകുക. അതിനു മുമ്പ് ഇത് എല്ലാവരെയും വിളിക്കുക. സകല മാനവജാതികളെ നോക്കി വിളിക്കുന്നു, യേശുവിൻ്റെ അരികിൽ വാ, അവൻ എത്ര നല്ലവനെന്ന് രുചിച്ചറിയും. നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു പഴയ പാട്ട്, വരുവിൻ യേശുവിനരികിൽ, എത്ര നല്ലവൻ താൻ രുചിച്ചറികിൽ, വരുവിൻ കൃപകൾ പൊഴിയും കുരിശിനരികിൽ. നമുക്കൊരുമിച്ച് ആ പാട്ട് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ആമേൻ. വരുവിൻ യേശുവിനരികിൽ, എത്ര നല്ലവൻ താൻ രുചിച്ചറികിൽ. വരുവിൻ യേശുവിനരികിൽ, എത്ര നല്ലവൻ താൻ രുചിച്ചറികിൽ. വരുവിൻ കൃപകൾ പൊഴിയും കുരിശിനരികിൽ, വരുവിൻ കൃപകൾ പൊഴിയും കുരിശിനരികിൽ. വരുവിൻ യേശുവിനരികിൽ, എത്ര നല്ലവൻ താൻ രുചിച്ചറികിൽ. വരുവിൻ യേശുവിനരികിൽ, എത്ര നല്ലവൻ താൻ രുചിച്ചറികിൽ. ശബനലഗസി. കൃപമേൽ കൃപയാർന്നിടുവാൻ നമ്മൾ പരമപാദം ചേർന്നിടുവാൻ. ധരയിൽ നടന്ന തൻ ചരണം നിങ്ങൾ കരുളും ശാശ്വത ശരണം. കൃപമേൽ കൃപയാർന്നിടുവാൻ നമ്മൾ പരമപാദം ചേർന്നിടുവാൻ. ധരയിൽ നടന്നതൻ ചരണം നിങ്ങൾ കരുളും ശാശ്വത ശരണം. അല്ലും പകലും മുൻപിൽ നിൽപ്പാൻ തുണയാ. അല്ലും പകലും മുൻപിൽ നിൽപ്പാൻ തുണയാ. വരുവിൻ യേശുവിന
വരുവിനരികിൽ എത്ര നല്ലവൻ താൻ രുചിച്ചറികിൽ വരുവിൻ യേശുവിനരികിൽ എത്ര നല്ലവൻ താൻ രുചിച്ചറികിൽ. നിങ്ങളുടെ ജീവിതത്തിൽ പരീക്ഷകൾ കടന്നു വരുമ്പോൾ പ്രിയമുള്ളവരെ, നിങ്ങളുടെ മനസ്സ് പതറിപ്പോകരുത്. നിങ്ങൾ ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ കൃപ നിങ്ങളുടെ മേലേക്ക് ഇറങ്ങി വരും. നിങ്ങളുടെ സകല പ്രശ്നങ്ങളെ മാറ്റി ശുഭദിനം തരുവാൻ കഴിവുള്ള ഒരു കർത്താവിന് മുമ്പിലാണ് ഞാൻ നിങ്ങളുമായിരിക്കുന്നത്. പരിശോധനകൾ വരികിൽ മനം പതറാതാശ്രയിച്ചിടുകിൽ ബലഹീനതയിൽ കവിയും കൃപമതിയൻ ആശ്രയിച്ചിടുകിൽ പരിശോധനകൾ വരികിൽ മനം പതറാതാശ്രയിച്ചിടുകിൽ ബലഹീനതയിൽ കവിയും കൃപമതിയൻ ആശ്രയിച്ചിടുകിൽ വിരവിൽ വീണകൾ തീരും സകലവും ശുഭമാ വിരവിൽ വീണകൾ തീരും സകലവും ശുഭമാ വരുവിൻ യേശുവിനരികിൽ എത്ര നല്ലവൻ താൻ രുചിച്ചറികിൽ വരുവിൻ യേശുവിനരികിൽ എത്ര നല്ലവൻ താൻ രുചിച്ചറികിൽ. ശബനനഗത കൽക്കിമനബന. പ്രിയമുള്ളവരെ, ഈ കോവിഡ് കാലഘട്ടത്തിൽ പലരും സാമ്പത്തികമായി പ്രശ്നത്തിലായിരിക്കുന്നവരുണ്ട്. പലപ്പോഴും നമ്മുടെ സ്നേഹിതന്മാരുടെ നേരെ കൈ നീട്ടുമ്പോൾ ഒരുപക്ഷെ അവർ സഹായിച്ചു എന്ന് വരത്തില്ല. നമ്മുടെ ആവശ്യഘട്ടങ്ങളിൽ നമ്മെ സഹായിക്കും എന്ന് വിചാരിച്ച പലരും അവർ മുഖം തിരിച്ചു കാണും. എങ്കിലും നിങ്ങൾ നിരാശപ്പെടേണ്ട. സ്നേഹിതരേവരും വെടിഞ്ഞാൽ നിനക്ക് പറയുവാൻ നിന്റെ യേശുവുണ്ട്. യേശുവിനെ നോക്കിയാട്ടെ, അവൻ ഒറ്റയ്ക്കായിരുന്നു കാൽവരി ക്രൂശിൽ. അവൻ നിനക്ക് വേണ്ടി അവസാനത്തുള്ള രക്തവും ഒഴുകി. അവന്റെ ആണിപ്പഴുതുള്ള കരങ്ങളിലേക്ക് നോക്കിയാട്ടെ, അവൻ കാൽവരി ക്രൂശിൽ ഒറ്റയ്ക്കായിരുന്നത് നീ ഒറ്റയ്ക്കാകാതിരിപ്പാൻ വേണ്ടിയാ. അവന്റെ സ്നേഹത്തെ തിരിച്ചറിയും. യേശുവിന്റെ അടുക്കിലേക്ക് വാ. നിന്റെ പ്രശ്നങ്ങൾ യേശുവുമായി പങ്കുവെക്ക്. യേശുവിന്റെ ഉത്തരമുണ്ട്. സ്നേഹിതർ ഏവരും വെടിഞ്ഞാൽ അതു യേശുവിനോടു നീ പറഞ്ഞാൽ സ്നേഹിതരെല്ലാം കുരിശിൽ പെട്ട പാടുകളേഴും താൻ കരത്താൻ സ്നേഹിതരേവരും വെടിഞ്ഞ അത് യേശുവിനോടു നീ പറഞ്ഞ സ്നേഹിതരില്ല കുരിശിൽ പെട്ട പാടുകളേഴും കരത്താൻ നന്നായി നടത്തും വീട്ടിൽ ചേരും വരെയും നന്നായി നടത്തും വീട്ടിൽ ചേരും വരെയും വരുവിൻ യേശുവിനരികിൽ എത്ര നല്ലവൻ താൻ രുചിച്ചറികിൽ വരുവിൻ
യേശുവിനരികിൽ എത്ര നല്ലവൻ താൻ രുചിച്ചറികിൽ. പ്രിയമുള്ളവരെ, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. പഴയത് കഴിഞ്ഞുപോയി, ഇത് പുതിയതായി തീർന്നിരിക്കുന്നു. ക്രിസ്തുവിലായിരിക്കുന്നവർക്കൊരു പിതൃഭവനമുണ്ട്. അത് ഈ ഭൂമിയിലല്ല, സ്വർഗത്തിലത്രേ. അതുകൊണ്ടാണ് നമ്മൾ സ്വർഗീയ പൗരന്മാരാണ്. വി ആർ ദ സിറ്റിസൺസ് ഓഫ് ഹെവൻ എന്ന് പറയുന്നത്. ഈ ഭൂമി, പ്രിയമുള്ളവരെ, ആദമിനെ സൃഷ്ടിക്കപ്പെട്ടു. ആദമിൽ നിന്നാണ് സകല മാനവരാശിയും ഉളവായത്. നമ്മളെല്ലാം ആദമിന്റെ പാരമ്പര്യക്കാരായിരുന്നു. എന്നാൽ ക്രിസ്തുവിൽ വീണ്ടും ജനിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഐഡന്റിറ്റി മാറി. ക്രിസ്തുവിൽ നമ്മൾ നിത്യതയ്ക്ക് അവകാശികളായി തീർന്നു. അങ്ങനെയാണെങ്കിൽ ഒരു നാൾ നമ്മൾ ഈ ലോകം വിട്ടു പോകേണ്ടി വരും. നമുക്ക് ഇവിടുന്ന് വിട്ടു കഴിഞ്ഞാൽ എത്തുവാനൊരു സ്ഥലമുണ്ട്. നമുക്ക് വേണ്ടി ഒരു ദൈവം അതേ വാസസ്ഥലം ഒരുക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് വചനം പറയുന്നു. നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നൊരു നഗരമുണ്ട് പ്രിയമുള്ളവരെ. ആ പ്രത്യാശയിൽ വേണം ഈ ദിവസങ്ങൾ ഓടുവാൻ. അതിനായി യേശുവിന്റെ അടുക്കിലേക്ക് നിങ്ങൾ കടന്നു വരിക. ഒരു നാൾ നശ്വരലോകം വിട്ടു പിരിയും നാം അതിവേഗം. അങ്ങേ കരയിൽ നിന്നും നാം നേടിയതെന്തെന്നറിയും. ഒരു നാൾ നശ്വരലോകം വിട്ടു പിരിയും നാം അതിവേഗം. അങ്ങേ കരയിൽ നിന്നും നാം നേടിയതെന്തെന്നറിയും. ലോകം വെറുത്തോ വില നാം അന്നാളറിയും. ലോകം വെറുത്തോ വില നാം അന്നാളറിയും. വരുവിൻ യേശുവിനരികിൽ എത്ര നല്ലവൻ താൻ രുചിച്ചറികിൽ. വരുവിൻ യേശുവിനരികിൽ എത്ര നല്ലവൻ താൻ രുചിച്ചറികിൽ. വരുവിൻ കൃപകൾ പൊഴിയും കുരിശിനരികിൽ. വരുവിൻ കൃപകൾ പൊഴിയും കുരിശിനരികിൽ. വരുവിൻ യേശുവിനരികിൽ എത്ര നല്ലവൻ താൻ രുചിച്ചറികിൽ. വരുവിൻ യേശുവിനരികിൽ എത്ര നല്ലവൻ താൻ രുചിച്ചറികിൽ. സ്വർഗീയപിതാവേ, ആ യേശുവിന്റെ മുഖം കാണുവാൻ കൃപ ലഭിച്ച ഞങ്ങൾ നിന്റെ അടുക്കിലേക്ക് കടന്നു വരുന്നപ്പ, ഈ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഉറപ്പുണ്ടാകട്ടെ, അവർ യേശുവിലാണ് എന്നുള്ളത്. ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയാണ് എന്ന് വചനം പറയുമ്പോൾ കർത്താവ് തന്നെ പറഞ്ഞിരിക്കുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഈ മരണത്തിനപ്പുറത്തുള്ളൊരു അനശ്വര ജീവിതത്തെക്കുറിച്ച് ദൈവത്തിന്റെ വചനം ഞങ്ങളെ പഠിപ്പിക്കുകയും ഉറപ്പ് തരികയും ചെയ്യുന്നു. മരണത്തെ ജയിച്ച് ഉയർത്തനേറ്റ് സ്വർഗത്തിൽ പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്ന യേശുവേ, നീ മടങ്ങി വരും എന്നുള്ള പ്രത്യാശ, അത് തന്നെ ഞങ്ങളുടെ ബലമായിരിക്കുന്നപ്പ. ഇന്ന് രാത്രിയും അങ്ങ് ഞങ്ങളോട് സംസാരിക്കണം. ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളങ്ങ് സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ കുറവുകളെല്ലാം ക്ഷമിച്ച് ഞങ്ങളെ തികവുള്ളവരാക്കി തീർത്താട്ടെ. നിന്റെ നീതിയാൽ ഞങ്ങൾ നിറയ്ക്കണമേ, നിന്റെ വിശുദ്ധിയാൽ ഞങ്ങൾ നിറയ്ക്കണമേ. നീ അത് ഞങ്ങൾക്ക് തന്നതിനായ സ്തോത്രം. കൽവറിയിൽ നീ ഞങ്ങൾക്ക് വേണ്ടി തന്നതെല്ലാം വിശ്വാസത്തെ ഞങ്ങൾ പ്രാപിച്ചെടുക്കുന്നപ്പ. നിന്റെ നീതിയാൽ ഞങ്ങൾ നീതിമാന്മാരായി, നിന്റെ വിശുദ്ധിയാൽ ഞങ്ങൾ വിശുദ്ധരായി തീർന്നു. ആ ദൈവത്തിന്റെ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കണം. തേജസ്
TV ഓൺലൈൻ ചാനലിനായി സ്തോത്രം. അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നവർക്കായി, ഞങ്ങളെ ഓൺലൈനിൽ കൂടി അതേ വീക്ഷിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ തന്നെ കീബോർഡ് വായിച്ച സ്റ്റീഫനായി, പാസ്റ്റർ മാത്യുവിനായി, ജെസിക്കായി നന്ദി പറയുന്നു. ദൈവം അവരെ സഹായിക്കണം, ബലപ്പെടുത്തണം. ദൈവം കൊടുത്ത കൃപകൾ അനേകരുടെ ആശ്വാസത്തിനും അനുഗ്രഹത്തിനും രക്ഷയ്ക്കും കാരണമായി ഉപയോഗിപ്പാൻ ദൈവം കൃപ കൊടുത്താട്ടെ. ഒരുമിച്ച് അനുഗ്രഹിക്കണം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഓൺലൈൻ മാധ്യമത്തിൽ കൂടെ നിങ്ങളുടെ മുമ്പിലായിരിക്കാൻ ദൈവം തന്ന നല്ല അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയമുള്ളവരെ, ചുരുക്കം സമയം കൊണ്ട് ഒരു ചെറിയ സന്ദേശം നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പാർക്കുന്നത് ഛത്തീസ്ഗഡിൽ റായ്പൂരിൽ നിന്നും 80 കിലോമീറ്റർ അകത്ത് ദംദരി എന്ന ഒരു ഡിസ്ട്രിക്ട് ഹെഡ്ക്വാർട്ടറായ സ്ഥലത്താണ്. അനേകര് ഈ ദംദരിയെക്കുറിച്ച് ഒരു പക്ഷേ അറിയുന്നില്ല. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കോവിഡ് ഒരു പരിധിവരെ ഛത്തീസ്ഗഡിനെ തൊടാതിരുന്നപ്പോൾ, പ്രത്യേകിച്ച് ഈ സെപ്റ്റംബർ മാസത്തിൽ വളരെ വേഗത്തിൽ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നു. മരണനിരക്കും മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ ഇപ്പോൾ ഛത്തീസ്ഗഡിൽ കൂടിക്കൊണ്ടിരിക്കുന്നു എന്ന വാർത്തകൾ കേൾക്കുന്നു. പലതും വെളിപ്പെടുന്നില്ല, പലതും കവറപ്പാകുന്നില്ല. ഞങ്ങൾ പാർക്കുന്ന ഈ ദേശത്ത് തന്നെ ഒരു ക്രിസ്ത്യൻ ഹോസ്പിറ്റലുണ്ട്. അതിൻ്റെ ഒരു ഭാഗത്തെ കോവിഡ് സെൻ്ററായിട്ട് മാറ്റിയിട്ടുണ്ട്. ഇന്നലെ തന്നെ ഏകദേശം 6 പേര് അവിടെ മരിച്ചുവെന്ന് ഇങ്ങനെ കേൾക്കുവാനിടയായി. അനേക ദൈവദാസന്മാർ കുടുംബങ്ങളായി കോവിഡിനാൽ ഭാരപ്പെടുന്നതായി അറിയിപ്പ് വന്നുകൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ ഛത്തീസ്ഗഡിലുള്ള മലയാളി ദൈവദാസന്മാരുടെ കാര്യമാണ് പറയുന്നത്. അതുകൂടാതെ ഇവിടുത്തെ ലോക്കലായ ദൈവദാസങ്ങളൊക്കെ ഭാരപ്പെടുന്നു. ഇത് ആത്മീകരായ ആൾക്കാരുടെ ആണെങ്കിൽ അതല്ലാത്ത എത്രയോ ആൾക്കാർ, എത്ര പ്രിയപ്പെട്ടവർ ഈ ഭാരത്താൽ കഷ്ടപ്പെടുന്നു, പ്രയാസപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഛത്തീസ്ഗഡിൽ മിക്കയിടത്തും ലോക്ക്ഡൗൺ ആരംഭിച്ചു. ഞാൻ പാർക്കുന്ന ഈ ഛത്തീസ്ഗഡ്, ഈ ദംദരിയിലും നാളെ തൊട്ട് ലോക്ക്ഡൗൺ ആണ് കംപ്ലീറ്റ്ലി. കടകളൊന്നും തുറക്കത്തില്ല. അതേ റായ്പൂരൊക്കെ ആണെങ്കിൽ സാധാരണക്കാർക്ക് പെട്രോൾ പോലും വാങ്ങാൻ കഴിയാത്ത നിലവാരത്തിൽ ബ്ലോക്ക് ആക്കിയിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ പെട്രോൾ പോലും വാങ്ങണ്ട. ഗവൺമെന്റ് വാഹനങ്ങൾക്കും ആംബുലൻസിനും മാത്രമേ പെട്രോൾ ലഭിക്കത്തുള്ളൂ. ആ നിലവാരത്തിലാണ് മിക്ക ഡിസ്ട്രിക്റ്റുകളും അവിടുത്തെ ഡിസ്ട്രിക്ട് കളക്ടർമാർ കൂട്ടായ്മ എടുത്ത തീരുമാനത്താൽ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, അനേക ആൾക്കാർ മരണ ഭയത്തിന്റെ നിഴലിൽ ആണ്. മരണത്തെ അവർ ഭയക്കുന്നു. രോഗം എപ്പോഴാണ് അവരുടെ കുടുംബത്തെ തൊടുന്നത് എന്ന് അറിയാതെ ഭാരപ്പെട്ട് പ്രയാസപ്പെട്ട് ജനങ്ങൾ ആയിരിക്കുമ്പോൾ, ക്രിസ്തുവിൽ ആയിരിക്കുന്ന നമുക്ക് ദൈവത്തിന്റെ വചനം തരുന്ന ഉറപ്പ് അതിന്ന് രാത്രി നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നു. കേരളത്തിലും സ്ഥിതിഗതികൾ വ്യത്യാസമല്ല. എന്നാൽ മരണനിരക്ക് മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ കുറവാണ് എന്നുള്ളതൊരു പോസിറ്റീവായ കാര്യമാണ്. എന്നാൽ രോഗികളുടെ എണ്ണത്തിൽ ഒരു കുറവുമില്ല. ഓരോ ദിവസവും 4000-ഉം 5000-ത്തിനടുത്തുമൊക്കെ ജനങ്ങൾ കടന്നു വരുന്നതായി കേൾക്കുവാൻ കഴിയുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് രാത്രികാലം നമ്മുടെ ചിന്തയ്ക്കായിട്ട് അപ്പോസ്തല പ്രവൃത്തികൾ 21-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം തൊട്ട് 7-ാം വാക്യം തൊട്ട് വായിപ്പാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ സോർ വിട്ട് കപ്പലോട്ടം തികച്ച് തൊലമായിസിലെത്തി സഹോദരന്മാരെ വന്ദനം ചെയ്ത് ഒരു ദിവസം അവരോട് കൂടെ പാർത്തു. പിറ്റേ ദിവസം ഞങ്ങൾ പുറപ്പെട്ട് കൈസരിയിലെത്തി 7 പേരിൽ ഒരുവനായ ഫിലിപ്പോസ് എന്ന സുവിശേഷകന്റെ വീട്ടിൽ ചെന്ന് അവനോട് കൂടെ പാർത്തു. അവന് കന്യകമാരും പ്രവചിക്കുന്നവരുമായ 4 പുത്രിമാർ ഉണ്ടായിരുന്നു എന്ന് കാണുവാൻ കഴിയുന്നു. പ്രിയമുള്ളവരെ, ദൈവസഭയ്ക്ക് 5 വിധ ശുശ്രൂഷകളുണ്ട്: അപ്പോസ്തലൻ, പ്രവാചകൻ, ഇടയൻ, സുവിശേഷകൻ, ഉപദേഷ്ടാവ്. ഈ 5 വിധ ശുശ്രൂഷയിൽ പ്രവാചകന്മാരെ കുറിച്ച് കാണുവാൻ കഴിയുന്നുണ്ട്, അപ്പോസ്തലന്മാരെ കുറിച്ച് കാണുവാൻ കഴിയുന്നുണ്ട്, ഇടയന്മാരെ കുറിച്ച് കാണുവാൻ കഴിയുന്നുണ്ട്, ഉപദേഷ്ടാക്കന്മാരെ കാണുവാൻ കഴിയുന്നുണ്ട്. സുവിശേഷകൻ എന്ന ഡെസിഗ്നേഷൻ ടൈറ്റിലുമായിട്ട് ഒരു വ്യക്തിയെ ദൈവത്തിന്റെ വചനം പരിചയപ്പെടുത്തുന്നു. അതാണ് സുവിശേഷകനായ ഫിലിപ്പോസ്. ഈ ഫിലിപ്പോസ് ശമരിയിൽ ചെന്ന് ചെയ്ത ശുശ്രൂഷകളും അവിടെ നടന്ന അസാധാരണമായ വിടുതലുകളും സൗഖ്യങ്ങളും ഒക്കെ നമുക്ക് അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകത്തിൽ നിന്ന് നമുക്ക് വായിപ്പാൻ നമുക്ക് കഴിയും. അപ്പോൾ തന്നെ കന്തക്ക എന്ന രാജ്ഞിയുടെ ഷണ്ടനെ സ്നാനപ്പെടുത്തുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നു. പിന്നെ ആത്മാവ് തന്നെ എടുത്തുകൊണ്ട് പോകുന്നതൊക്കെ നമുക്കറിയാൻ കഴിയുന്നു. അങ്ങനെ അസാധാരണമായ ശുശ്രൂഷ ചെയ്ത ഒരു വ്യക്തിയാണ് ഫിലിപ്പോസ്. ഒരു നാൾ മേശമേൽ ശുശ്രൂഷിക്കാൻ വേണ്ടി 7 പേരെ തിരഞ്ഞെടുത്തപ്പോൾ അതിൽ ഒരുവനായിരുന്നു ഫിലിപ്പോസ്. എന്നാൽ ആ ഫിലിപ്പോസിനെ ആ ശുശ്രൂഷയിൽ നിന്ന് ദൈവം അടുത്ത ലെവലിലേക്ക് കൈപിടിച്ചുയർത്തി. മേശമേൽ ശുശ്രൂഷിക്കുവാൻ നിയോഗിക്കപ്പെട്ട ഫിലിപ്പോസ് എന്ന വ്യക്തിയുടെ മേൽ ദൈവാത്മാവ് ഇറങ്ങിയപ്പോൾ, അഭിഷേകം ഇറങ്ങിയപ്പോൾ,
അതല്ലെങ്കിൽ ആത്മനിയോഗം വന്നപ്പോൾ, അവന്റെ സമയമായപ്പോൾ ദൈവം അവനെ ശുശ്രൂഷയുടെ അടുത്ത ലെവലിലേക്ക് കയറ്റിയപ്പോൾ അവൻ സുവിശേഷകനായി അനേകരെ ക്രിസ്തുവിനെ ആദായകരമാക്കുവാൻ ദൈവത്താൽ ശക്തമായി ഉപയോഗിക്കപ്പെട്ട ആ ഫിലിപ്പോസ് എന്ന വ്യക്തി, അദ്ദേഹത്തിന് നല്ലൊരു കുടുംബമുണ്ടായിരുന്നു എന്ന് നമുക്ക് ഈ വാക്കുകളിൽ കാണാൻ കഴിയുന്നു. തനിക്ക് 4 പെൺമക്കളുണ്ടായിരുന്നു. 4 പെൺമക്കളും പ്രവാചികമാരായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. അത് മാത്രമല്ല, ആ കുടുംബം അതിഥികളെ സൽക്കരിക്കുന്നതിൽ മുമ്പരായിരുന്നു എന്ന് കാണുവാൻ കഴിയുന്നു. അതുകൊണ്ട് തന്നെ പൗലോസും കൂട്ടരും ഈ ഫിലിപ്പോസ് എന്ന സുവിശേഷകന്റെ വീട്ടിൽ ചെന്ന് അവനോടുകൂടെ പാർത്തു. അവന് കന്യകമാരും പ്രവചിക്കുന്നവരുമായ 4 പുത്രിമാർ ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ വളരെ ദിവസം താമസിക്കുമ്പോൾ, 1-2 ദിവസമല്ല, വളരെ ദിവസം ഈ പ്രിയപ്പെട്ടവർ അവിടെ താമസിക്കുമ്പോൾ അവർക്ക് ആവശ്യമായ ഭക്ഷണവും മറ്റു കാര്യങ്ങളെല്ലാം ഒരുക്കി കൊടുത്ത് ആ കുടുംബം അതിഥി സൽക്കാരം ചെയ്തു. അതിൽ മുമ്പേ മേശമേൽ ശുശ്രൂഷിച്ച് ശീലമുള്ള ഫിലിപ്പോസിന് അതിഥികളെ സ്വീകരിക്കുന്നതിനകത്ത് തടസ്സമൊന്നും ഉണ്ടായിരുന്നില്ല. ആത്മീകരായ പ്രവാചികമാരായ പെൺമക്കളുള്ള ആ കുടുംബത്തിനകത്ത് ഇവർക്കെല്ലാം സ്വാഗതമുണ്ടായിരുന്നു. എത്ര സന്തോഷത്തോടെയാണ് അവർ കർത്താവിന്റെ വേല ചെയ്തത് എന്ന് ഇവിടെ കാണുവാൻ കഴിയുന്നു. അങ്ങനെ ആ വീട്ടിൽ പാർത്തുകൊണ്ടിരിക്കുമ്പോഴാണ് മറ്റൊരു പ്രവാചകനായ അഗബോസ്, പ്രിയമുള്ളവരെ, 4 പ്രവാചകന്മാർ അവിടെ ഉണ്ടായിരുന്നു. ഒരു പക്ഷെ ദൈവത്തിന്റെ ആത്മാവ് ആ പ്രവാചകന്മാരെ കൂടെ പൗലോസിനോട് സംസാരിച്ച് കാണാം. എന്നാൽ ദൈവം മറ്റൊരു പ്രവാചകനെ ഈ ഫിലിപ്പോസിന്റെ ഭവനത്തിൽ ആയിരിക്കുമ്പോൾ തന്നെ ദൈവം അയക്കുന്നു. അദ്ദേഹത്തിന്റെ പേര് അഗബോസ് എന്നാണ്. അഗബോസ് എന്നൊരു പ്രവാചകൻ യഹൂദിയിൽ നിന്ന് വന്നു. അവൻ ഞങ്ങളുടെ അടുക്കൽ വന്ന് പൗലോസിന്റെ അരക്കച്ചയെടുത്ത് തന്റെ കൈകാലുകളെ കെട്ടി, ഈ അരക്കച്ചയുടെ ഉടമസ്ഥനെ യഹൂദന്മാർ യെരുശലേമിൽ ഇങ്ങനെ കെട്ടി ജാതികളുടെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ യെരുശലേമിൽ പോകരുത് എന്ന് ഞങ്ങളും അവിടുത്തുകാരും അവനോട് അപേക്ഷിച്ചു. അതിന് പൗലോസ്, നിങ്ങൾക്കറിഞ്ഞ് എൻ്റെ ഹൃദയം ഇങ്ങനെ തകർക്കുന്നത് എന്ത്? കർത്താവായ യേശുവിന്റെ നാമത്തിന് വേണ്ടി ബന്ധിക്കപ്പെടുവാൻ മാത്രമല്ല, യെരുശലേമിൽ മരിക്കുവാനും ഞങ്ങൾ ഒരുങ്ങിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അവനെ സമ്മതിപ്പിക്കാൻ കഴിയാതെ കർത്താവിന്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങൾ മിണ്ടാതിരുന്നു. പ്രിയമുള്ളവരെ, അഗബോസ് എന്ന പ്രവാചകൻ ദൈവത്താൽ അയക്കപ്പെട്ടാണ് അവിടെ വന്നത്. ആ അഗബോസിന് ഒരു വലിയ ദൂത് കൈമാറ്റം ചെയ്യുവാനുണ്ടായിരുന്നു. ഒന്നുകൂടെ പറഞ്ഞാൽ, ഒരു വലിയ ദൂത് പൗലോസിനെ നോക്കി വിളിച്ചു പറവാനുണ്ടായിരുന്നു. താൻ ചെയ്തത്, പൗലോസിന്റെ അരക്കച്ച എടുത്ത് തൻ്റെ കൈകാലുകളെ കെട്ടി. എന്നിട്ട് പറയുന്നു, ഈ അരക്കച്ചയുടെ ഉടമസ്ഥനെ യഹൂദന്മാർ യെരുശലേമിൽ ഇങ്ങനെ കെട്ടി ജാതികളുടെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. അവിടെ സംഭവിക്കുവാൻ പോകുന്ന ഒരു കാര്യത്തെ മുൻകൂട്ടി കണ്ടിട്ട് പ്രവാചകനിൽ കൂടെ ഇപ്പോൾ ദൈവാത്മാവ് പൗലോസിനോട് പറയുന്നു, ഇതാണ് നിനക്ക് സംഭവിക്കാൻ പോകുന്നത്. യെരുശലേമിൽ നീ പോയാൽ, യെരുശലേമിൽ പോയാന്നല്ല, നീ അവിടെ സംഭവിക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. ദൈവത്തിനറിയാം പൗലോസ് അവിടെ എത്തുമെന്ന്. അതുകൊണ്ട് തന്നെ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഇതാണ് സംഭവിപ്പാൻ പോകുന്നതും എന്നും ദൈവാത്മാവ് പറയുന്നു. അപ്പൊ ഇത് കേട്ടിരുന്നതായ ഇവിടെ ഞങ്ങൾ എന്ന് പറയുമ്പോൾ എഴുത്തുകാരനായ ലൂക്കോസ് ഉൾപ്പെടെയുള്ള ടീം ആയിരിക്കാം. ലൂക്കോസ് ഉണ്ട്, ഫിലിപ്പോസ് ഉണ്ട്, ഒരു പക്ഷേ തിമത്തിയോസ് അവിടെ കൂടെ കാണും, അതുപോലെ ശീലാസോ തീത്തോസോ, ഇങ്ങനെയുള്ള ഒരു കൂട്ടം ജനം എപ്പോഴും പൗലോസിന്റെ കൂടെയുണ്ട്. അപ്പൊ അവരെല്ലാവരും പറയുന്നു, പൗലോസേ, ഈ പ്രവാചകൻ പറഞ്ഞാൽ അതുപോലെ സംഭവിക്കും. ഒരു കാര്യം ചെയ്യ്, നീ യെരുശലേമിലേക്ക് പോകണ്ട, യെരുശലേമിലേക്ക് പോകണ്ട. അവിടെ ചെന്നാൽ യഹൂദന്മാർ നിന്റെ കൈകാലുകളെ കെട്ടി ജാതികളുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കും. അതുകൊണ്ട് നീ ഇതിനകത്തൊരു തീരുമാനമെടുക്ക്, പോകണ്ട, നീ നിന്റെ ജീവനെ രക്ഷിക്ക്. എന്തിനാ വെറുതെ പ്രശ്നത്തിലേക്ക് ഇറങ്ങി ചെല്ലുന്നത്? നല്ല ഉപദേശമാണ് കൂടെയുള്ളവർ കൊടുക്കുന്നത്. പൗലോസിനെ കുറിച്ചും അവന്റെ ജീവനെ കുറിച്ചും വേവലാതിയുള്ള അവന്റെ സ്നേഹിതന്മാർ അവനോട് പറയുന്നു, ഇറ്റ്സ് ബെറ്റർ ടു ബി ഹിയർ, ഡോണ്ട് ഗോ ടു ജെറുസലേം, അവിടേക്ക് പോകരുത് എന്ന് പറയുമ്പോൾ സ്നേഹിതന്മാരുടെ സ്നേഹത്തോടുകൂടിയുള്ള ഉപദേശവും ശാസനയും പലപ്പോഴും ഹൃദയത്തെ തകർക്കുന്ന അനുഭവമാണ്. അവിടെ പൗലോസ് ഇങ്ങനെ പറയുന്നു, നിങ്ങൾ കരഞ്ഞ് എൻ്റെ ഹൃദയം ഇങ്ങനെ തകർക്കുന്നത് എന്ത്? പ്രിയമുള്ളവരെ, അവർ കരഞ്ഞുകൊണ്ടാണ് പറയുന്നത് പൗലോസിനോട്, നീ പോകരുത്, അവിടെ പോയാൽ നിന്നെ പിടിച്ചു കെട്ടപ്പെടും,
നീ ജാതികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും, അതുകൊണ്ട് നീ പോകരുത് എന്ന് കരഞ്ഞുകൊണ്ട് പറയുന്ന പ്രിയമുള്ളവരെ, നമുക്കും ഈ സ്നേഹമെന്ന ആവശ്യമല്ലേ? എത്ര പേർക്ക് വാസ്തവത്തിൽ ഇതുപോലൊരു സ്നേഹമുണ്ട് കൂട്ടു സഹോദരനെ കുറിച്ച്? പറയാൻ പറ്റും. പലപ്പോഴും നമ്മുടെ കണ്ണിൽ ഇപ്പോൾ കണ്ണുനീരില്ല. മറ്റൊരാളുടെ ജീവിതത്തെക്കുറിച്ച് ഓർത്ത്, അവരുടെ പ്രശ്നത്തെക്കുറിച്ച് ഓർത്ത് കരയുവാൻ നമുക്കിപ്പോൾ കഴിയുന്നില്ല. എന്താ കാരണം എന്നറിയാവോ? നമ്മൾ നമ്മുടെ കണ്ണുകളെ ഓൾറെഡി നമ്മൾ കൊടുത്തു കഴിഞ്ഞിരിക്കുക. ഒന്നുകൂടെ പറഞ്ഞാൽ, ഈ ലോകത്തിൻ്റെ കാഴ്ചയിലേക്ക് നമ്മുടെ കണ്ണുകൾ അറിഞ്ഞോ അറിയാതെ പോകുക. സ്മാർട്ട് ഫോണുകൾ കയ്യിലെത്തിയതിനു ശേഷം നമ്മുടെ എല്ലാം ജീവിതത്തിൻ്റെ കാഴ്ചപ്പാടുകൾ മാറി. ഞാൻ ഉൾപ്പെടെ എനിക്ക് തോന്നുന്നു ഒരു നല്ല സമയവും ഈ മൊബൈലിൽ നോക്കിയിരിക്കുക. നമ്മൾ അതിനകത്ത് വരുന്ന ഫോട്ടോസ് ആയിക്കൊള്ളട്ടെ, വീഡിയോസ് ആയിക്കൊള്ളട്ടെ, നല്ല കാര്യങ്ങളുണ്ട്, അഡ്വർടൈസ്മെന്റ് ഉണ്ട്, പിന്നെ നമ്മുടെ സുഹൃത്തുക്കളെ ആൾക്കാർ ഇടുന്ന എല്ലാം നമുക്ക് കാണാൻ പറ്റും. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ കണ്ണുകൾ മുഴുവൻ ഈ ഫോണിലേക്ക് നോക്കി 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 അവസാനം അതിനകത്തുനിന്ന് വരുന്ന ഈ ലൈറ്റുകൾ കണ്ണിലടിച്ചിട്ടാണോ എന്താണെന്നറിയത്തില്ല, ഇപ്പോൾ ആരുടെയും വേദന കണ്ടാൽ കണ്ണുനീര് വരാറില്ല, ആരുടെയും പ്രശ്നങ്ങൾ കേട്ടാൽ മനസ്സലിയാറില്ല. കല്ലുപോലെ ആയിരിക്കുന്ന അനുഭവം. കാരണം ദിവസവും എത്രയെത്ര വാർത്തകൾ കേൾക്കുന്നു. മരണത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ അത് 10, 50, 100 ആയാലും കേൾക്കുന്ന സമയത്ത് അയ്യോ എന്നൊരു ചിന്ത. അരമണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ അടുത്ത ന്യൂസിലേക്ക് വീണ്ടും പോകുക. ചുരുക്കി പറഞ്ഞാൽ കേൾക്കുന്ന കേൾവി, വാർത്തകൾ, ഇതൊന്നും നമ്മളെ ചലിപ്പിക്കുന്നില്ല പ്രിയമുള്ളവരെ. നമ്മുടെ കൂട്ടു സഹോദരന് രോഗമാണെന്നറിഞ്ഞാലും നമുക്ക് വലിയ ഫീലിംഗ് ഒന്നുമില്ല. നമ്മുടെ കൂട്ടു സഹോദരൻ മരിച്ചു എന്ന് കേട്ടാലും നമുക്ക് വലിയ വിഷയമൊന്നുമില്ല. ചുരുക്കി പറഞ്ഞാൽ സ്നേഹം കുറയുന്ന ഒരു കാലഘട്ടമാണിത്. കണ്ണുനീർ വറ്റിപ്പോകുന്നൊരു കാലഘട്ടമാണ്. പ്രിയമുള്ളവരെ, നമുക്ക് ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇവിടെ കണ്ടോ, യെരുശലേമിലേക്ക് പോകണ്ട എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ഈ പൗലോസിനോട് അപേക്ഷിക്കുന്ന തൻ്റെ സ്നേഹിതന്മാർ, നമ്മുടെ ഹൃദയത്തിനകത്തും അതുപോലെയുള്ള ഒരു സ്നേഹപ്രകടനം ഉണ്ടായിരുന്നുവെങ്കിൽ, നമ്മുടെ കൂട്ടുകാരെക്കുറിച്ച്, സുഹൃത്തുക്കളെക്കുറിച്ച്, കൂട്ടുദാസന്മാരെക്കുറിച്ച്, അഭിഷിക്തന്മാരെക്കുറിച്ച്, പ്രിയമുള്ളവരെ, എന്നെ കേൾക്കുന്ന എത്രയോ ഭക്തജനങ്ങളെ, നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് വേണ്ടി കരയുവാൻ സമയമുണ്ടോ? മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ സമയമുണ്ടോ? പ്രാർത്ഥിക്കാമെന്ന് പലപ്പോഴും പറയുന്നതല്ലാതെ കർത്താവേ എന്നൊരു വാക്ക് ഉപയോഗിക്കും, പക്ഷേ പിന്നീട് പ്രാർത്ഥിക്കാൻ സമയം കിട്ടാറില്ല. കണ്ണുനീരില്ല. കരയുന്ന, പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ജനത്തെ ഈ കാലഘട്ടങ്ങളിലും ആവശ്യമാണ്. ദൈവം നിങ്ങളോട് സംസാരിക്കട്ടെ. ഒരു പ്രവചനം കേട്ട് കഴിഞ്ഞപ്പോൾ അതിനകത്ത് കരഞ്ഞ് പൗലോസിനോട് അപേക്ഷിക്കുന്നു, നീ പോകണ്ട. അവിടെ പൗലോസ് പറയുന്നു, നിങ്ങളിങ്ങനെ കരഞ്ഞ് എൻ്റെ ഹൃദയം തകർക്കുന്നത് എന്ത്? കർത്താവായ യേശുവിൻ്റെ നാമത്തിന് വേണ്ടി ബന്ധിക്കപ്പെടാൻ മാത്രമല്ല, യെരുശലേമിൽ മരിക്കുവാനും ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, പൗലോസ് ബന്ധിക്കപ്പെടുമെന്നേ പറഞ്ഞിട്ടുള്ളൂ, മരിക്കുമെന്ന് പറഞ്ഞിട്ടില്ല. ഇതിന്റെ ഉടമസ്ഥനെ യെരുശലേമിൽ ഇങ്ങനെ കൈയും കാലും കെട്ടി യഹൂദന്മാർ ജാതികൾക്ക് കൈമാറുമെന്ന് പ്രവാചകൻ പറഞ്ഞപ്പോൾ ബന്ധിക്കപ്പെടുമെന്നല്ലേ പറഞ്ഞത്, മരിക്കുമെന്ന് പറഞ്ഞില്ലല്ലോ. അങ്ങനെ ബന്ധിക്കപ്പെടുന്നത് പോലും തന്റെ സ്നേഹിതന്മാർക്ക് ബുദ്ധിമുട്ടായി, വിഷമമായി തീർന്നപ്പോൾ അവർ കരഞ്ഞുകൊണ്ട് പറയുന്നു, നീ പോകരുത്. എന്നാൽ പൗലോസിന്റെ മറുപടി കേട്ടെ, അവന് വേണ്ടി ബന്ധിക്കപ്പെടുവാൻ മാത്രമല്ല, യെരുശലേമിൽ മരിക്കുവാനും ഞാൻ ഒരുങ്ങിയിരിക്കുന്നു, യെരുശലേമിൽ മരിപ്പാൻ ഞാൻ ഒരുങ്ങിയിരിക്കുന്നു എന്ന് പൗലോസ് അങ്ങനെ പറയണമെങ്കിൽ തൻ്റെ അകത്തുള്ള വെളിപ്പാട് എന്താ? ഇന്ന് രാത്രികാലം ഞാൻ ഈ വചനം നിങ്ങളുമായി പങ്കുവെക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, നമ്മൾ ആരാണെന്നൊന്ന് തിരിച്ചറിഞ്ഞാട്ടെ. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞൊരു കാര്യമാണ്. പ്രിയമുള്ളവരെ, പഴയ നിയമം വായിക്കുമ്പോൾ ദൈവവചന അടിസ്ഥാനത്തിൽ 2 കൂട്ടം ജനമുണ്ട്. ഇസ്രയേൽ എന്ന ദൈവത്തിന്റെ ജനവും ജാതികളുടെ കൂട്ടവും. 2 വിഭാഗക്കാർ. 1 ദൈവത്തിന്റെ ജനമായ ഇസ്രയേൽ, 2 ജാതികൾ. ആമേൻ. ഇന്ന് ലോകത്തോട് ചോദിച്ചാൽ ലോകക്കാർ പറയും,
ജനങ്ങളെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ വേർതിരിച്ചിരിക്കുന്നു. യഹൂദന്മാരെന്നും മുസ്ലിങ്ങളെന്നും ഹിന്ദുക്കളെന്നും ക്രിസ്ത്യാനികളെന്നും ജൈനന്മാർ, ബുദ്ധന്മാർ, ഇതിനേക്കാളെല്ലാം അപ്പുറമായി എയ്ത്തിസ്റ്റുകൾ, യുക്തിവാദികൾ എന്ന കൂട്ടവുമുണ്ട്. ഇങ്ങനെ പല നിലവാരത്തിൽ ജനങ്ങളെ വിഭജിക്കുമ്പോൾ പുതിയ നിയമം പഠിപ്പിക്കുന്നു. രണ്ട് കൂട്ടം ജനമാണ് ഈ ഭൂമിയിലുള്ളത്. ഒന്ന്, ആദമെന്ന് ജനിച്ച കൂട്ടർ. രണ്ട്, പ്പെട്ട കൂട്ടം. രണ്ട് കൂട്ടം. ഒന്ന്, ആദമിൽ നിന്ന് ജനിച്ച കൂട്ടം. അതിൽ യഹൂദന്മാരുണ്ട്, മുസ്ലിങ്ങളുണ്ട്, ഹിന്ദുക്കളുണ്ട്, ജൈനന്മാർ, ബുദ്ധന്മാർ എന്ന് വേണ്ട നാമധേയ ക്രിസ്ത്യാനികളൊക്കെ ഉൾപ്പെടുന്ന, ക്രിസ്തുവിൽ വീണ്ടും ജനിക്കാത്ത, പേരുകൊണ്ട് ക്രിസ്ത്യാനി എന്നറിയപ്പെടുന്നവർ പോലും ഇതിനകത്ത് പെടും. അങ്ങനെ ആദമിന്റെ പാരമ്പര്യത്തിൽ കൂടി ജനിച്ച ഒരു കൂട്ടം ജനം. മറ്റൊന്ന്, ക്രിസ്തുവിൽ വീണ്ടും ജനിക്കപ്പെട്ട പുതിയ സൃഷ്ടിയായ, ദൈവസഭയുടെ ഭാഗമായ, നിത്യതയ്ക്ക് അവകാശികളായ, സ്വർഗീയ വിളിക്കോഹരിക്കാരായ, പുത്രത്വത്തിന്റെ ആത്മാവ് പ്രാപിച്ചവരായ, വീണ്ടെടുക്കപ്പെട്ടവരായ ഒരു കൂട്ടം ജനം. ഹല്ലേലൂയ! ക്രിസ്തുവിൽ നിന്ന് ജനിച്ചവരും ആദമിൽ നിന്ന് ജനിച്ചവരും. ഇങ്ങനെ രണ്ട് കാറ്റഗറി ജനമാണ് ഈ ഭൂമിയിലുള്ളത്. പ്രിയമുള്ളവരെ, ദൈവവചനം, പുതിയ നിയമം നമ്മെ പഠിപ്പിക്കുന്നതനുസരിച്ച് രണ്ടു കൂട്ടം ജനമുണ്ട്. ഒന്ന്, ആദമെന്ന് ജനിച്ച കൂട്ടം. രണ്ട്, ക്രിസ്തുവെന്ന് ജനിച്ച കൂട്ടം. ആദം ഈ മണ്ണിൽ നിന്നുള്ളവനാണ്. ആദം ഈ മണ്ണിൽ നിന്നുള്ളവനാകിയാൽ ആദമിന്റെ പാരമ്പര്യത്തിൽ കിടക്കുന്നവർക്ക് എപ്പോഴും ഈ മണ്ണിനെ കുറിച്ചാ ചിന്തയുള്ളത്. ഈ ഭൂമിയാണ് അവർക്കെല്ലാം. പ്രിയമുള്ളവരെ, അവർ ജനിച്ച് ജീവിച്ച് മരിക്കുന്നത് ഈ ഭൂമിയിൽ. അവരുടെ പ്രത്യാശയും ഈ ഭൂമിയിൽ തന്നെ ഒതുങ്ങി പോകുന്നു. ഇതിനപ്പുറത്തേക്ക് ഒരു കാഴ്ചപ്പാടിലേക്ക് അവർ വരുന്നില്ല. നിത്യതയുടെ വെളിപ്പാട് അവർ പ്രാപിച്ചിട്ടില്ല. പ്രിയമുള്ളവരെ, അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു, സ്വർഗത്തിലുള്ളതല്ല. അവർ ഈ ഭൂമിയിൽ വലിയവരായി തീരുവാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ക്രിസ്തുവിൽ വീണ്ടും ജനിക്കപ്പെട്ടവർ, ഒരുത്തൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു എന്ന് വചനം പറയുമ്പോൾ, ക്രിസ്തുവിൽ ജനിച്ച ഭക്തന്മാരെ സംബന്ധിച്ച് അവർ എങ്ങനെയാ വീണ്ടും ജനിച്ചത്? അവർ ദൈവത്തിന്റെ ആത്മാവിനാലാ വീണ്ടും ജനിച്ചത്. യേശു എങ്ങനെയാ ദൈവത്തിന്റെ പുത്രനായത്? അവൻ ദൈവത്തിന്റെ ആത്മാവിനാൽ ജനിച്ചു. ആദാം ദൈവത്തിന്റെ പുത്രൻ അറിയപ്പെട്ടു. എങ്ങനെ? ആത്മാവിനാലാണ് ആദമൻ ജനിച്ചത്. എന്നാൽ ആദം പാപം ചെയ്തപ്പോഴാണ് ആത്മാവ് നഷ്ടമായി പോയത്. പിന്നീട് ജനിച്ച സകല തലമുറയും ആത്മാവ് ജനിച്ച ആദത്തിൽ നിന്നല്ല, മറിച്ച് ജഡികനായി തീർന്ന ആദമിൽ നിന്നാണ് ജനമുണ്ടായത്. എന്നാൽ യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത് ആത്മാവിനാൽ ജനിക്കപ്പെട്ടവനായിട്ടാണ്. അവൻ ആത്മാവിൽ വളർന്നു. കാലത്തിന്റെ തികവെങ്കിൽ കാൽവരി ക്രൂശിന്മേൽ എനിക്കും നിങ്ങൾക്കും വേണ്ടി സകല പാപത്തെയും വഹിച്ചുകൊണ്ട് അവസാന തുള്ളി രക്തവും ഒഴുക്കി എനിക്കും നിനക്കും വേണ്ടി യാഗമായി തീർന്നപ്പോൾ പിതാവ് അയച്ച ദൗത്യം കാൽവരി ക്രൂശിൽ പൂർത്തീകരിക്കപ്പെട്ടു. സകല മാനവരാശിക്കും വേണ്ടിയുള്ള വീണ്ടെടുപ്പ് കർത്താവ് കാൽവരിയിൽ നടത്തി. അവൻ മരിച്ചടക്കപ്പെട്ടു, ഉയർത്തിനായിട്ട് സ്വർഗത്തിൽ കടന്നുപോയി. മനുഷ്യനായിട്ടല്ല കടന്നുപോയത്, അവൻ ദൈവമായി തന്നെ അവൻ മുകളിലേക്ക് കയറിപ്പോയി. പ്രിയമുള്ളവരെ, ആ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവത്തിന്റെ മക്കളാകുവാൻ അധികാരം കൊടുത്തപ്പോൾ സംഭവിച്ച കാര്യം, നിക്കോദെമോസിനെ നോക്കി വിളിച്ചു പറഞ്ഞു, നീ വെള്ളത്താലും ആത്മാവിനാലും വീണ്ടും ജനിച്ചേ മതിയാകൂ. എങ്ങനെയാ വെള്ളത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കേണ്ടത്? എന്റെ പഴയ മനുഷ്യൻ മരിക്കണം, ആദമിൽ നഷ്ടപ്പെട്ട ദൈവാത്മാവ് എന്നിൽ മടങ്ങി വരണം. അത് യേശു ക്രിസ്തുവിൽ കൂടെ സംഭവിക്കുന്നു. പരിശുദ്ധാത്മാവിലല്ലാതെ യേശുവിനെ കർത്താവെന്ന് ആർക്കും വായ കൊണ്ട് ഏറ്റുപറയുവാൻ കഴിയത്തില്ല എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. അവനെ കൈക്കൊണ്ടവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവത്തിന്റെ മക്കളാകുവാൻ ദൈവം അധികാരം കൊടുത്തു. പ്രിയമുള്ളവരെ, യേശുവിനെ കർത്താവായി നമ്മൾ വായ കൊണ്ട് ഏറ്റുപറഞ്ഞപ്പോൾ സംഭവിച്ചത്, ആദമിൽ നഷ്ടപ്പെട്ട ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ അകത്തേക്ക് വരികയും അങ്ങനെ പുത്രത്വത്തിന്റെ ആത്മാവ് നമ്മുടെ അകത്ത് വന്നപ്പോൾ അബ്ബാ പിതാവേ എന്ന് വിളിപ്പാനുള്ള അവകാശം, പദവി നമുക്ക് ലഭിക്കുകയും ചെയ്തുവെന്ന് വചനം പറയുന്നു. അതുകൊണ്ട് റോമാലേഖനം 8:14 മുതൽ ഇങ്ങനെ പറയുന്നു, ദൈവാത്മാവ് നടത്തുന്ന
ഏവരും ദൈവത്തിന്റെ മക്കളാകുന്നു. നാം പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്വത്തിന്റെ ആത്മാവിനല്ല, നമ്മ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ നാം പ്രാപിച്ചത് ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് കൂടെ സാക്ഷ്യം പറയുന്നു നാം ദൈവത്തിന്റെ മക്കളെന്ന്. മക്കളെങ്കിലോ അവകാശികൾ, ദൈവത്തിന്റെ അവകാശികൾ, ക്രിസ്തുവിന്റെ കൂട്ടവകാശികൾ. പ്രിയമുള്ളവരെ, യേശു ക്രിസ്തുവിൽ വീണ്ടും ജനിച്ചവരാണ് നമ്മളെങ്കിൽ നമ്മുടെ അപ്പൻ എവിടെയാണ് ഇരിക്കുന്നത്? അതാണ് നമ്മുടെ പിതൃഭവനം. എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വർഗീയവാസികളാണെന്ന്. അതുകൊണ്ടല്ലേ എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിലൊക്കെ ഇങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിപ്പാൻ ആഗ്രഹിക്കുന്നു. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ അതിന്റെ 5-ാം വാക്യം, കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായ നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുകയും കൃപയാലത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ക്രിസ്തുയേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തന്റെ കൃപയുടെ അത്യന്തധനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തുയേശുവിൽ അവനോട് കൂടെ ഉയർത്തിനേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. ഹല്ലേലൂയ. നമ്മളിപ്പോൾ വിശ്വാസത്താൽ നമ്മുടെ ആത്മമണ്ഡലം യേശു കർത്താവ് എവിടെയാണ് ഇരിക്കുന്നത് അവിടെയാണെന്ന് വചനം പറയും. നമ്മുടെ വചനം പറയുമ്പോൾ നമ്മുടെ പിതൃഭവനം സ്വർഗമത്രേ. അതുകൊണ്ട് ആ വചനം പറഞ്ഞ് നമ്മൾ സ്വർഗീയ പൗരന്മാർ. വി ആർ ദ ഹെവൻലി സിറ്റിസൺസ്. നമ്മൾ സ്വർഗീയ പൗരന്മാരത്രേ. നമ്മുടെ ദേശം ഇതല്ല. നമ്മുടെ ഈ ദേശത്ത് അന്യരും പരദേശികളുമാണ്. നമുക്കൊരു ഭവനമുണ്ട്. അതുകൊണ്ടല്ലേ യേശു പറഞ്ഞത്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഭവനം ഒരുക്കാൻ പോകുന്നു. ഒരിക്കൽ കഴിഞ്ഞാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ ചേർത്തുകൊള്ളും. എന്നാൽ ഇപ്പോൾ പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല. ദേഹിയുടെ വീണ്ടെടുപ്പ് ക്രിസ്തുവിന്റെ വരവെങ്കിൽ നടക്കും. അതുകൊണ്ട് ഒന്നെങ്കിൽ മരണത്താൽ മാറ്റപ്പെടണം, അല്ലെങ്കിൽ ജീവനോടെയാണ് നമ്മൾ കർത്താവിന്റെ വരവെങ്കിൽ ഉള്ളതെങ്കിൽ ഈ ശരീരം രൂപാന്തരപ്പെട്ട സ്വർഗീയ ശരീരത്തിനുടമയായി തീരും. ഇതിനെക്കുറിച്ച് എഴുതിയ ലേഖനം 15-ാം അധ്യായത്തിൽ വളരെ വിസ്താരത്തിൽ സ്വർഗീയനെ പോലെ സ്വർഗീയന്മാരായി തീരേണ്ടതിന് ഒരു സ്വർഗീയ ശരീരം അവർക്ക് ആവശ്യമാണ്. അതിനുവേണ്ടി നമ്മൾ കാത്തിരിക്കുന്നു എന്നുള്ള വെളിപ്പാട് അവിടെ കൈമാറുന്നത്. മണ്ണിൽ നിന്നുള്ളവനെ പോലെ, അതേ മണ്ണിൽ നിന്ന് വന്നവനെ പോലെ മണ്ണ് കൊണ്ടുള്ളവരും സ്വർഗീയനെ പോലെ സ്വർഗീയന്മാരുമായി തീരും എന്ന് പറഞ്ഞാൽ ഞാൻ വേണേ വായിപ്പാൻ ആഗ്രഹിക്കുന്നു. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ സ്വർഗീയ പിതാവ്, ഹല്ലേലൂയ, ഞാൻ വായിപ്പാൻ ആഗ്രഹിക്കുന്നു. മരിച്ചവരുടെ 42-ാം വാക്യം 15-ന്റെ 1 കൊരിന്ത്യർ 15-ാം അധ്യായം 42 മുതൽ 40-ാം വാക്യം. സ്വർഗീയ ശരീരങ്ങളും ഭൗമ ശരീരങ്ങളും ഉണ്ട്. സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് വേറെ, ഭൗമ ശരീരങ്ങളുടെ തേജസ് വേറെ. സൂര്യന്റെ തേജസ് വേറെ, ചന്ദ്രന്റെ തേജസ് വേറെ, നക്ഷത്രങ്ങളുടെ തേജസ് വേറെ. നക്ഷത്രവും തമ്മിൽ തേജസ് കൊണ്ട് ഭേദമുണ്ടല്ലോ. മരിച്ചവരുടെ പുനരുത്ഥാനവും അപ്രകാരം തന്നെ. ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെടുന്നു, അദ്രവത്വത്തിൽ ഉയർക്കുന്നു. അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, തേജസ്സിൽ ഉയർക്കുന്നു. ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു, ശക്തിയിൽ ഉയർക്കുന്നു. പ്രാകൃത ശരീരം വിതയ്ക്കപ്പെടുന്നു, ആത്മീക ശരീരം ഉയർക്കുന്നു. പ്രാകൃത ശരീരമുണ്ടെങ്കിൽ ആത്മീക ശരീരമുണ്ട്. ഒന്നാം മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നുവെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി. ശ്രദ്ധിക്കണമേ, ഒന്നാമത്തെ ആദം വാസ്തവത്തിൽ ജീവനുള്ള ദേഹിയായി മാറിയെന്ന് പറയുമ്പോൾ ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി. ഇതാണ് രണ്ട് വ്യത്യാസം. ഒന്നാമത്തെ ആദത്തിൽ നിന്ന് വന്നത്, ഒടുക്കത്തെ ആദം യേശുവിൽ നിന്ന് വന്നത്. ആദമിൽ നിന്ന് വന്നത് ദേഹിയായി മാറിയപ്പോൾ യേശുവിൽ നിന്ന് വന്നത് ആത്മാവായി തീരണം. എന്നാൽ ആത്മീകമല്ല, പ്രാകൃതമത്രേ ഒന്നാമത്തത്. ആത്മീകം പിന്നത്തേതിൽ വരുന്നു. ഒന്നാം മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണുകൊണ്ടുള്ളവൻ, രണ്ടാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്നുള്ളവൻ. മണ്ണുകൊണ്ടുള്ളവനെ പോലെ മണ്ണുകൊണ്ടുള്ളവരും സ്വർഗീയനെ പോലെ സ്വർഗീയന്മാരും ആകുന്നു. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു, 2 കൂട്ടം ജനമുണ്ട്. ഒന്ന് ആദമിന്റെ പാരമ്പര്യക്കാർ, 2 ക്രിസ്തുവിൽ വീണ്ടും ജനിക്കപ്പെട്ട ദൈവത്തിന്റെ മക്കൾ. സോ ആദം മണ്ണിൽ നിന്ന് വന്നതുകൊണ്ട് ഭൂമിയിൽ നിന്ന് മണ്ണുകൊണ്ടുള്ളവൻ. അതുകൊണ്ട് തന്നെ മണ്ണുകൊണ്ടുള്ളവനെ പോലെ മണ്ണുകൊണ്ടുള്ളവരും സ്വർഗീയനെ പോലെ, യേശു കർത്താവ് സ്വർഗത്തിൽ നിന്ന് വന്നവനാകിയാൽ ആ യേശുവിനെ പോലെ സ്വർഗീയന്മാരുമാകുന്നു. നാം മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയന്റെ പ്രതിമയും ധരിക്കും. ഈ മർമ്മം വലുത്. പ്രിയമുള്ളവരെ, നമ്മൾ യേശുവിനെ പോലെ ആയിത്തീരുവാൻ പോകുന്നു. ആമേൻ. നമുക്കിതുവരെ വെളിപ്പെട്ടതല്ല. നമ്മൾ കണ്ട അറിഞ്ഞ ആ യേശുവിനെ പോലെ അല്ല. അതെന്താ പാസ്റ്റർ അങ്ങനെ പറയാൻ കാരണം?
1 യോഹന്നാൻ 3-ാം അധ്യായം 1-ാം വാക്യം ഇങ്ങനെ പറയുന്നു, കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു, അങ്ങനെ തന്നെ നാം ആകുന്നു. ലോകം അവനെ അറിഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് നമ്മയും അറിയുന്നില്ല. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ ശരീരം എങ്ങനെയായിരിക്കുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താനിരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും എന്ന് നാം അറിയുന്നു. അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കുന്നു എന്ന് വചനം പറയുന്നു. പ്രിയമുള്ളവരെ, യേശു എങ്ങനെയാ ഇരിക്കുന്നതെന്ന് ഇപ്പോഴും വെളിപ്പെട്ടിട്ടില്ല. അവൻ വെളിപ്പെടുമ്പോഴാണ് യേശുവിന്റെ യഥാർത്ഥ രൂപം വെളിപ്പെടുന്നത്. അത് വെളിപ്പെടുമ്പോൾ അവൻ എങ്ങനെയോ അതുപോലെ ഞാനും നിങ്ങളുമായി തീരുമെന്ന്. തേജസ്സിന്റെ ഒരു ശരീരം എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കപ്പെടുന്നു. അത് പ്രാപിച്ചെടുക്കുവാൻ നിങ്ങളുടെ അകത്ത് വാഞ്ചയുണ്ടോ? അതുണ്ടെങ്കിൽ അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ നിങ്ങളും നിർമ്മലന്മാരായിരിപ്പീൻ. നിർമ്മലന്മാരായിരിപ്പീൻ, നിർമ്മല ഹൃദയമുള്ളവരായിരിപ്പീൻ. വിളിക്കപ്പെട്ടവർ അനേകർ, തെരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കം. നിത്യതയ്ക്ക് അവകാശിയായി തീരണമോ? നിർമ്മലന്മാരായിരിക്കാൻ ദൈവത്തിന്റെ വചനം പറഞ്ഞ കളങ്കമുള്ള ഹൃദയമാകരുതേ, കയ്പ് നിറഞ്ഞ ഹൃദയമാകരുതേ, വിദ്വേഷം നിറഞ്ഞ ഹൃദയമാകരുതേ, അസൂയ നിറഞ്ഞ ഹൃദയമാകരുതേ, പാപത്താൽ നിറയപ്പെട്ട ഹൃദയമാകരുതേ. നിർമ്മല ഹൃദയത്തോടെ നിങ്ങൾ ജീവിക്കുന്നെങ്കിൽ പ്രിയമുള്ളവരെ, യേശുവിനെ പോലെ നിങ്ങളുമായി തീരുമെന്ന്. നമ്മുടെ ആത്മമണ്ഡലം മാത്രമാണ് വീണ്ടെടുക്കപ്പെട്ടത്. ദേഹിയും ദേഹവും വീണ്ടെടുക്കപ്പെടാൻ കാത്തിരിക്കുക. അതിന്റെ വാഞ്ച, പ്രത്യാശ നിങ്ങളുടെ അകത്തുണ്ടോ? പ്രിയമുള്ളവരെ, വളരെ വിഷമത്തോടെ പറയട്ടെ, കുറച്ച് കാലഘട്ടമായി ആത്മീയ ഗോളത്തിൽ, പെന്തക്കോസ് ഗോളത്തിലെല്ലാം ലോകത്തിന്റെ കാഴ്ചപ്പാടും സന്ദേശങ്ങളും പ്രസംഗങ്ങളും മാത്രമാണ് നിന്നിരുന്നത്. നമുക്കറിയാം, എല്ലാവർക്കും വേണ്ടത് അനുഗ്രഹമാണ്, എല്ലാവർക്കും വേണ്ടത് ഉയർച്ചയാ. പഴയ നിയമം വായിക്കുമ്പോഴെല്ലാം ഈ ഭൂമിയിലെ കാഴ്ചപ്പാടാ കൈമാറുന്നത്. എന്ന് പറഞ്ഞാൽ, ഉയരുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ പ്രിയമുള്ളവരെ? മറ്റൊരുത്തനുമായി കമ്പയർ ചെയ്യുമ്പോഴല്ലേ ഉയരുക എന്ന വാക്കിന്റെ അർത്ഥത്തിന് പ്രസക്തിയുള്ളത്. അവനേക്കാൾ മീതെ ഞാൻ ഉയരണമെങ്കിൽ മറ്റാരെങ്കിലും താഴണമെന്നേ. മറ്റൊരാൾക്ക് താഴ്ച സംഭവിക്കുമ്പോഴല്ലേ എനിക്ക് ഉയർച്ച സംഭവിക്കുന്നത്. ആ ചിന്താഗതി യേശുവിന്റെ ചിന്താഗതി അല്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ദൈവരാജ്യത്തിൽ വലിയവനാകണമെങ്കിൽ നീ നിന്നെ തന്നെ താഴ്ത്ത്. തന്നെത്താൻ താഴ്ത്തുന്നവൻ വലിയവനാകും, തന്നെത്താൻ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും. ഈ മർമ്മമാ ഇന്നും ദൈവരാജ്യത്തിന്റെ മർമ്മമാ പലർക്കും വെളിപ്പെടാതിരിക്കുന്നത്. ഈ ഭൂമിയിൽ വലിയവനായി തീരുവാനുള്ള ഓട്ടമല്ലേ പ്രിയമുള്ളവരെ? നിങ്ങൾക്ക് ഉയർന്നാൽ എവിടം വരെ എത്താൻ പറ്റും? പലരും വിചാരിക്കുന്നു പണമുണ്ടെങ്കിൽ എനിക്ക് ഉയരാം, ചിലർ വിചാരിക്കുന്ന അധികാരമുണ്ടെങ്കിൽ ഉയരാം, ചിലർ വിചാരിക്കുന്ന പ്രശസ്തി ഉണ്ടെങ്കിൽ ഉയരാം. പ്രിയമുള്ളവർ, ഇതെല്ലാം മായയാ, ഇതെല്ലാം മായയാ. ഇന്ന് ഫേസ്ബുക്കിൽ എൻ്റെ പിതാവ് മറുനാടൻ എന്ന ഒരു വാർത്താ ചാനലുണ്ട്, അതിൽ വന്ന ഒരു റിപ്പോർട്ട് കാണുകയായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞങ്ങളുടെ സ്വദേശം കാഞ്ഞിരപ്പള്ളി ആകൊണ്ട് ഞങ്ങളുടെ വീടിന്റെ അടുക്കലുള്ള ജിയോമോൻ എന്ന ഒരു മാന്യ അദ്ദേഹം ഇംഗ്ലണ്ടിൽ, UK-യിൽ ഏകദേശം 147 ദിവസം കണ്ട് ഹോസ്പിറ്റലിൽ കിടന്നു. കോവിഡ് ആയിരുന്നു. എന്നാൽ മരണത്താൽ താൻ മാറ്റപ്പെട്ടു. വളരെ സമ്പന്നനായിരുന്നു അദ്ദേഹം. പ്രിയമുള്ളവരെ, 10-20 വർഷങ്ങൾക്ക് മുമ്പ് സ്റ്റുഡൻസ് വിസയിൽ UK-യിൽ എത്തിയ വ്യക്തി അവിടെ താൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം തന്നെ താൻ ഒരു ബിസിനസ് ആരംഭിച്ചു. അത് വളർന്നു. തനിക്ക് ഏകദേശം 7 ക്യാമ്പസ് ആ UK-യിൽ ഉണ്ട് എന്നാണ് പറയുന്നത്. താൻ കേരളത്തിൽ പണിത വീട് 25,000 സ്ക്വയർ ഫീറ്റ് ആണ്. 25,000 സ്ക്വയർ ഫീറ്റ് സ്ഥലമുള്ള ഒരു വലിയ വീട്. ഇഷ്ടം പോലെ പണമുണ്ടായിരുന്നു, സൗന്ദര്യമുണ്ടായിരുന്നു.
പ്രിയമുള്ളവരെ, താനിതെല്ലാം സമ്പാദിച്ചു. പക്ഷെ 45-ാമത്തെ വയസ്സിൽ ദൈവം തൻ്റെ ജീവനെ മടക്കി വിളിച്ചപ്പോ എല്ലാം ഉപേക്ഷിച്ചിട്ട് പോകുവാനിടയായി. ഞാൻ ചോദിക്കുന്നത്, ഈ ഉയർച്ചകൾ എങ്ങനെയാണ് നമുക്ക് അളക്കാൻ പറ്റുന്നത്? 70-80 വയസ്സ് വരെയുള്ള ജീവിതം ഇന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല അത്രയും ജീവിക്കുമെന്ന്. ഞാൻ തന്നെ ഇന്ന് ഇങ്ങനെ ചിന്തിപ്പാൻ ഇടയായി തീർന്നു. എല്ലാവർക്കും അറിയാവുന്ന 2 താരങ്ങളാണ് മമ്മൂട്ടിയും മോഹൻലാലും. എൻ്റെയൊക്കെ ചെറുപ്പം തൊട്ടേ അവരെ കണ്ടാണ്, അല്ലെങ്കിൽ അവരുടേതായ അതേ മൂവീസ് ആയിക്കൊള്ളട്ടെ, അവരുടെ പോസ്റ്ററുകളാകട്ടെ, നമ്മുടെ പലപ്പോഴും സ്കൂളിൽ വാങ്ങിക്കുന്ന ബുക്കുകളിൽ പോലും അവരുടെ പടമായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്നും അവർ നമ്മുടെ കൺമുമ്പിലുണ്ട്. പണമുണ്ടായി, പ്രശസ്തരായി. പക്ഷേ അവരുടെ എല്ലാം പ്രായം ചെന്നുകൊണ്ടിരിക്കുക. മമ്മൂട്ടി എന്ന അദ്ദേഹത്തെക്കുറിച്ച് നമുക്കറിയാം, ഏകദേശം 70 വയസ്സ് അദ്ദേഹത്തിനായി എന്നാണ് കേൾക്കുന്നത്. എത്ര നാൾ ഈ ഭൂമിയിൽ ജീവിക്കും? ഒരു നാൾ എല്ലാവരും വിട്ടേച്ച് പോകണം. അങ്ങനെയാണെങ്കിൽ ഈ ഉയർച്ചയും താഴ്ചയും നമുക്ക് എങ്ങനെയാണ് അളക്കാൻ പറ്റുന്നത്? പണമാണോ ഉയർച്ചയുടെ മാനദണ്ഡം? പ്രശസ്തിയാണോ ഉയർച്ചയുടെ മാനദണ്ഡം? എന്തെല്ലാം ഉണ്ടായെങ്കിലും സകലതും ഉപേക്ഷിച്ചിട്ട് പോകണ്ടേ? മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി ചെറുപ്രായത്തിൽ ലോകത്തെ മുഴുവൻ കീഴ്പ്പെടുത്തി. പക്ഷേ ചെറുപ്രായത്തിൽ തന്നെ മരണത്താൽ മാറ്റപ്പെട്ട സമയത്ത് ഞാൻ ഇങ്ങനെ കേട്ടിരിക്കുന്നു, തൻ്റെ ശവപ്പെട്ടി തുറന്നിട്ട് 2 കൈയും വെളിയിലോട്ടിട്ടിട്ട്, ഞാനൊന്നും കൊണ്ടുവന്നിട്ടില്ല, ഒന്നും കൊണ്ടുപോകുന്നില്ല. ലോകത്തെ നോക്കി വിളിച്ചു പറയുന്നു, ഞാൻ ശൂന്യമായിട്ടാണ് പോകുന്നത്, ഇവിടെ നിന്നൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല. പ്രിയമുള്ളവരെ, വാസ്തവത്തിൽ ഞാൻ പറയുന്ന കാര്യം ഇതാണ്. ഉയർച്ചയും താഴ്ചയും എങ്ങനെയാണ് അളക്കുന്നത്? പണവും പ്രശസ്തിയും അധികാരവും ഇതൊന്നുമല്ല യഥാർത്ഥ ജീവിതം. ഇതെല്ലാം ഒരു മായാലോകമാ. ഇതിനപ്പുറത്തൊരു നിത്യതയുണ്ട്. പ്രിയമുള്ളവരെ, ചെറിയ വാലിഡിറ്റിയോടുകൂടിയുള്ള ഈ മായാലോകമെന്ന ഈ കൊച്ചു ജീവിതത്തിൽ അതിൽ മാത്രം ആശ്രയിച്ച് ഈ ലോകത്തിന്റെ കാഴ്ചപ്പാട് പ്രകാരം ജീവിച്ചാൽ, ദൈവത്തിന്റെ വചനം പറഞ്ഞു, ചിലർ നിത്യലജ്ജയ്ക്കായും ചിലർ നിത്യവും എഴുന്നേൽക്കുന്ന ഒരു കാലമുണ്ട്. എന്നാൽ ക്രിസ്തുവിലുള്ളവന് ധൈര്യമായിട്ട് പറയാം, അവർ നിത്യജീവനായി എഴുന്നേൽക്കുന്നവരാ. ഒരു മനുഷ്യൻ മുഴു ലോകവും നേടിയാലും അവന്റെ ആത്മാവിനെ നഷ്ടമാക്കി തീർത്താൽ അവന് എന്തു പ്രയോജനം? നിത്യതയുടെ കാഴ്ചപ്പാട് കണ്ടെത്തുന്നവർ വളരെ ചുരുക്കമാ. ലോകത്തിന്റെ മായാലോകത്തിലേക്ക് ഇറങ്ങി പണവും പ്രശസ്തിയും ഇതെല്ലാം നേടി വലിയ വീട് വെച്ച് വലിയ കാറ് വാങ്ങിച്ചു. പക്ഷേ ജീവനെ തിരികെ വിളിച്ചാൽ നീ ഒരുക്കി വെച്ചത് ആർക്കായും? പ്രിയമുള്ളവരെ, നിന്റെ ജീവന് നീ എന്ത് പകരം കൊടുക്കും? ഞങ്ങൾ പാടിയില്ലേ, വരുവിൻ യേശുവിനരികിൽ, എത്ര നല്ലവൻ താൻ രുചിച്ചറികിൽ. വരുവിൻ യേശുവിനരികിൽ, എത്ര നല്ലവൻ താൻ രുചിച്ചറികിൽ. ഒരു നാൾ നശ്വരലോകം വിട്ടുപിരിയും നാം അതിവേഗം. ഒരു നാൾ ഈ നശ്വര ലോകം വിട്ട് പോകേണ്ടി വരും. നിത്യതയുടെ കാഴ്ചപ്പാട് എൻ്റെ അകത്തും നിങ്ങളുടെ അകത്തും ഉണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, നിങ്ങൾ ഒരിക്കലും മരണത്തെ ഭയക്കത്തില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, പൗലോസേ, നിന്നെ പിടിച്ചു കെട്ടുമെന്ന് പറഞ്ഞിട്ടും നീ എന്തേ ധൈര്യത്തോടെ യെരൂശലേമിലേക്ക് പോകുവാൻ തയ്യാറായത്? പൗലോസ് ഇങ്ങനെ പറയും, ഇന്നേക്ക് 14 വർഷങ്ങൾക്ക് മുമ്പ് 3 സ്വർഗത്തോളം എടുക്കപ്പെട്ട ഒരു അനുഭവം എനിക്കുണ്ട്. ശരീരം കൂടിയോ ശരീരം കൂടാതെയോ ഒന്നും ഞാൻ അറിയുന്നില്ല. പക്ഷെ ദൂതന്മാരുടെ ശബ്ദം ഞാൻ കേട്ടു, എനിക്ക് വെളിപ്പെട്ടു, ഇതല്ല യഥാർത്ഥ ജീവിതം, ഇതിനപ്പുറത്തൊരു ജീവിതമുണ്ട്. ഈ വെളിപ്പാട് കിട്ടിയ പൗലോസ് പറഞ്ഞു, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും അത്രേ. അത് അത്യുത്തമമല്ലോ? വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് ചേരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അത് അത്യുത്തമമല്ലോ? ഈ വെളിപ്പാട് പ്രാപിച്ചവൻ പറയാ, ഞാൻ കെട്ടപ്പെടുവാൻ ബന്ധിക്കപ്പെടാൻ മാത്രമല്ല, അവന് വേണ്ടി മരിപ്പാൻ വേണ്ടി ഞാൻ തയ്യാറാ. അവന് വേണ്ടി മരിപ്പാനും ഞാൻ തയ്യാറാ. സത്യം പറയാലോ പ്രിയമുള്ളവരെ,
എന്നാ മരണദിവസം വരുന്നത് എന്നുള്ള ചിന്ത എൻ്റെ അകത്തുള്ളത്. എത്രയും പെട്ടെന്ന് അങ്ങ് പോയാൽ മതി. ഇതറിയുവാൻ എൻ്റെ ജീവിതത്തിൽ ഞങ്ങളുടെ മകൻ ഗ്ലാഡ്സൺ ഒരു മുഖാന്തരമായി. എൻ്റെ മകൻ 7 വയസ്സുള്ള ഗ്ലാഡ്സൺ കഴിഞ്ഞ മാർച്ച് മാസം 30 കർത്താവിങ്കൽ ചേർക്കപ്പെട്ടു. പ്രിയമുള്ളവരെ, അതാണ് ഇപ്പോൾ ഒരു ബലം, സന്തോഷം, ധൈര്യം എന്ന് പറഞ്ഞാൽ അവൻ കാണിച്ചു തന്നു ഒരു വഴി. യേശു ക്രിസ്തുവിൽ എങ്ങനെ എത്തിച്ചേരണം. എൻ്റെ കർത്താവ് അവനെ സ്നേഹിച്ചതുകൊണ്ട് അവനെ കൊണ്ടുപോയി അവനിൽ കൂടെ വഴി കാണിച്ചു തന്നു. ഈ വഴി പോയാൽ അവിടെ എത്താം. അതിന് ഒരു നല്ല നിർമ്മല ഹൃദയം ആവശ്യമാണ്. അതിന് ചിലതൊക്കെ വിട്ടുകളയണം, വിട്ടുകൊടുക്കണം. ഇതൊരു അഡ്വഞ്ചർ ലൈഫാണ്. വഴി പലരും കണ്ടെത്തുന്നുണ്ട്, പക്ഷെ ഓട്ടം തികയ്ക്കാറില്ല. ഓട്ടക്കളത്തിലോടുന്നവർ അനേകർ ബിരുദ പ്രാപിക്കുന്നവർ ചുരുക്കമാണ്. എനിക്കും എത്തിയേ പറ്റൂ, പ്രാപിച്ചേ പറ്റൂ. അതിനുള്ള ഓട്ടത്തില. പ്രിയമുള്ളവരെ, പണത്തിനോ പ്രശസ്തിക്കോ ഇതിനൊന്നിനും നിങ്ങളുടെ ജീവന് മറുപടിയാകത്തില്ല. അതെല്ലാം നശിച്ചു പോകുന്നതാ. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളെക്കാൾ മികച്ചവൻ കടന്നു വരിക തന്നെ ചെയ്യും. എല്ലാ റെക്കോർഡുകളും തിരുത്തപ്പെടാനുള്ളതാണ്. അതെല്ലാം പഴങ്കതിയായി മാറും. നിങ്ങളെല്ലാം ഓർമ്മയിൽ നിന്ന് മാഞ്ഞു പോകും. എന്നാൽ ക്രിസ്തുവിൽ നിങ്ങളാണെങ്കിൽ നിങ്ങളുടെ പേര് ഓർമ്മയുടെ പുസ്തകത്തിലും ജീവന്റെ പുസ്തകത്തിലും എഴുതി ചേർക്കപ്പെട്ടുണ്ടാകും. അവിടെ നിന്ന് മാഞ്ഞു പോകത്തില്ല. ലക്ഷ്യം സ്വർഗമാണെങ്കിൽ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുക. യഥാർത്ഥ മാനസാന്തരത്തിലേക്ക് വാ. പലരും ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് കോവിഡ് മാറാനും മരണം മാറിപ്പോകാനും ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകാനും വഴികൾ തുറക്കപ്പെടാനും വിദ്യാഭ്യാസം നന്നാകാനും ബാങ്ക് ഡിപ്പോസിറ്റ് ഉണ്ടാകാനും വീട് വാങ്ങിക്കാനും വിവാഹം നടക്കാനും ഇങ്ങനെയുള്ള ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്. ഇതെല്ലാം ആവശ്യമാണ്. കർത്താവ് പറയുന്നു, മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക. അതോടൊപ്പം ഇതൊക്കെയും കർത്താവ് കരുതിക്കൊള്ളാം. ദൈവമുണ്ടെന്നേ. എന്നാൽ നിങ്ങൾ നോക്കേണ്ടത് നിത്യതയാണ്. ആ കാഴ്ചപ്പാടിലേക്ക് വന്നാൽ പൗലോസ് പറഞ്ഞതുപോലെ, എൻ്റെ മുമ്പിൽ കോവിഡ് വരട്ടെ, അനർത്ഥങ്ങൾ വരട്ടെ, ഭൂകമ്പം ഉണ്ടാകട്ടെ, യുദ്ധമുണ്ടാകട്ടെ, സുനാമി വരട്ടെ, കാറ്റുണ്ടാകട്ടെ, ഞാനവന് വേണ്ടി മരിപ്പാനും തയ്യാറാണ്. യേശുവിന് വേണ്ടി മരിക്കാൻ തയ്യാറുള്ള ഒരു കൂട്ടം ജനം ഈ ദിവസങ്ങളിൽ എഴുന്നേൽക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. സ്വർഗ്ഗീയ പിതാവേ, ഈ വചനം കേട്ട എല്ലാവരോടും നിത്യതയുടെ വെളിപ്പാട് കൈമാറ്റിയാട്ടെ. ആ കാഴ്ചപ്പാടിൽ വന്ന് പ്രാഗൽഭ്യത്തോടെ, തൻ്റെ ഇടത്തോടെ, ബലത്തോടെ, സന്തോഷത്തോടെ ജീവിക്കുന്നവരായി തീരുവാൻ ദൈവം സഹായിക്കണം. ഭാരപ്പെടുന്ന കഷ്ടപ്പെടുന്ന പ്രിയപ്പെട്ടവരെ ഏൽപ്പിക്കുന്നു. അവരോട് ദൈവം മനസ്സിലെയ്യണം, അവരെയും ബലപ്പെടുത്തണം. നിത്യതയുടെ കാഴ്ചപ്പാട് അകത്ത് കയറി അവരെ ഭരിക്കുന്ന ഭയത്തിൽ നിന്ന് പുറത്തു വന്ന് വിശ്വാസത്തോടെ, ധൈര്യത്തോടെ കർത്താവിൻ്റെ നാമത്തിൽ നടക്കുവാൻ കർത്താവ് സഹായിക്കണം. ഒരുമിച്ച് അനുഗ്രഹിക്കണം. ഈ തേജസ് TV ഓൺലൈൻ ചാനലിനായി സ്തോത്രം. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കേട്ട എല്ലാവരെയും അനുഗ്രഹിച്ചാട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.